ഹലോ ഗായ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മളിത് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് കറങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ സൺഡേ ആണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ തന്നെ വീഡിയോ ആണ് ഇടുന്നത്. ഞങ്ങളെല്ലാം പള്ളിയിലെല്ലാം പോയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോകാമെന്ന്. കുറേ നാളായിട്ട് വിചാരിക്കുന്നൊരു സ്ഥലത്താണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇന്ന് പോകുന്നത്. അതെ, നമ്മളെല്ലാവരും കൂടി പോകുന്നത് മീൻപിടിപ്പാറയിലാണ് കേട്ടോ. ഈ മീൻപിടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തന്നെയാണ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ടൊന്ന് പോകണമെന്ന്. പക്ഷെ അങ്ങനെ എല്ലാവരും കൂടി ഒന്നും പോയിട്ടില്ല. ഞാനും സ്നേഹയും ചാച്ചനും അപ്പൂസും കിച്ചൂസും കൂടെ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 2 വണ്ടിയിലായിട്ട് പോയേക്കുവാണ് കേട്ടോ. അങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ ഒരു ആഗ്രഹം ഇന്ന് നടന്നിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം. അവിടെ ചെറുതായിട്ടൊക്കെ കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഇത്രയും ആൾക്കാരെ നമ്മൾ അവിടെ കണ്ടത്. പക്ഷെ പോയി കണ്ടവരൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, കുറച്ച് പേരൊക്കെ കാണത്തുള്ളെന്ന്. പക്ഷെ ചെന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങോട്ട് ചെന്നു. ഇതാണ് കേട്ടോ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ കിച്ചൂസിനെ അപ്പൂസിനും വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ആദ്യമേ കിച്ചൂസിനെ കയറ്റിയപ്പോൾ കിച്ചൂസിന് ഭയങ്കര പേടിയായി. കിച്ചൂസ് പറയില്ല, ഞാൻ കയറുന്നില്ല എന്നപ്പം ഞാൻ പറഞ്ഞു, എടാ ഞാൻ 30 രൂപ കൊടുത്ത് എടുത്തതാണ്, മര്യാദയ്ക്ക് കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂസിനെയും കൂടെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൂസിന് ഫ്രീ ആയിരുന്നു, കിച്ചൂസിന് മാത്രമേ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കിച്ചൂസ് ഒരു വിധത്തിൽ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ആദ്യമേ കയറണമെന്ന് പറഞ്ഞ് പേടി കാണിച്ചെങ്കിലും പിന്നീട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂസിന് പക്ഷെ കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് നല്ലവണ്ണം ഇങ്ങനെ തെറ്റി പോകുന്ന ആ ഒരു ഏരിയ ആയതുകൊണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കയറാനെ കൊണ്ട്. കിച്ചൂസ് എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട് അവനെ കയറ്റാൻ വേണ്ടി, പക്ഷെ നടന്നില്ല. അവന് തന്നെ മര്യാദയ്ക്ക് പറ്റുന്നില്ല. എന്നാലും അപ്പൂസ് ഒരുവിധമൊക്കെ അവിടെയൊക്കെ പിടിച്ചെടുത്തൊക്കെ നിന്ന് അവന് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഒന്ന് നിന്നിട്ട് അവൻ അവിടെ നിന്ന് മാറി. എന്തായാലും കിച്ചൂസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുതലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവനെ ആദ്യമേ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കയറിയില്ലെന്നുണ്ടെങ്കിൽ ഇനി ഒന്നിനും കയറ്റില്ല അത്. അങ്ങനെ എന്തായാലും കിച്ചൂസ് അതിനുള്ളിലൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ശരിക്കും പറഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്തൊക്കെ അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറിയ സമയത്തൊന്നും അധികം ആൾക്കാരൊന്നും ആ ഒരു ഭാഗത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒറ്റയ്ക്ക് തന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിനകത്താണ് കയറുന്നത് കേട്ടോ. ഇതിനകത്തും ആദ്യം കയറിയപ്പോൾ 2 പേരും ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് അതിനകത്ത് നിറക്കിക്കൊണ്ട് വരാൻ ഞങ്ങൾ കുറേ പണി വിട്ടു. കാരണം കിച്ചൂസ് ഇതിനു മുമ്പ് ഇങ്ങനെയുള്ളതിനകത്ത് കയറിയിട്ടുള്ളതാണ്. അങ്ങനെ എന്തായാലും അതിനകത്ത് കുത്തിമറിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയി ശരിക്കും എൻജോയ് ചെയ്യുന്നു. കുറേ ബോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിയിട്ടൊക്കെ കൊടുത്തു. അങ്ങനെയും കുറേ നേരം കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയം കൊണ്ടൊക്കെ കുറേ കൊച്ചുങ്ങളൊക്കെ വന്നിട്ട് അവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തെ ആ ഒരു ഇതിനകത്തൊക്കെ കയറി അവർ കുറേ ഭാഗത്ത് നിന്ന് കളിക്കുന്നു. ഇവന്മാർ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ. അതുകൊണ്ട് അവന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരുപാട് നേരം അതിനകത്ത് കിടന്ന് വിരളിയൊക്കെ കാണിക്കാൻ പറ്റി. ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടുമ്പോൾ തന്നെ തട്ടി മുട്ടിയൊക്കെ ആകപ്പാടെ സീനാവും. എന്തായാലും 2 പേരും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും അവർക്ക് കളിക്കാൻ പറ്റി കേട്ടോ. സത്യത്തിൽ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അത് ഇതേപോലെ പൊങ്ങി ചാടി കളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവന്മാർ അതിനകത്ത് ഫുള്ള് കുത്തിമറിയുകയാണ് ചെയ്തത് കേട്ടോ. ആ ബോൾസ് ഇട്ട് അതിനെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ച് കൊല്ലാവോ ആ രീതിയിലെല്ലാം 2 രീതിയിലും 2 എണ്ണം കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിൽ വന്ന് ഊഞ്ഞാലൊക്കെ ആടി. സത്യം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പാർക്ക്, അതാണ് സംഭവം. പിന്നെ കുറേ വെള്ളത്തിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഊഞ്ഞാലിലൊക്കെ 2 പേരെ ഇരുത്തി. അപ്പൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒരെണ്ണത്തിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് അയാൾക്ക് പിന്നെ മടുപ്പാവും. പിന്നെ അധിക സമയമൊന്നും അതിനകത്ത് ഇരിക്കത്തില്ല കേട്ടോ. അങ്ങനെ കിച്ചൂസ് കുറേ നേരം ഇങ്ങനെ ഊഞ്ഞാലാടി. കിച്ചൂസിന് ആദ്യം മീൻസ് കുറേ നാളുകൾക്ക് മുമ്പ് വരെയൊക്കെ ഇങ്ങനെ ഊഞ്ഞാലി കയറുന്നത് വെള്ളത്തിൽ ഇറങ്ങുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ അവൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നേഹയുടെ കുറച്ച് പ്രകസനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരമുണ്ട് കേട്ടോ, കുറച്ച് ഭാഗങ്ങളൊന്നുമല്ല, ഒരുപാട് ദൂരമുണ്ട്. കുറേ അങ്ങോട്ട് മുൻപോട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ അധികം ദൂരോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് ഇതിനകത്തെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നേഹയും കൂടി അവരുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവന്മാരെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു എൻജോയ് ചെയ്ത അവളായിരിക്കും. ഇല്ല, പിള്ളേരുടെ കൂട്ടി ഇങ്ങനെ പാടി ഇങ്ങനെ പതര ഇങ്ങനെ നടക്കുകയായിരുന്നേ. അങ്ങനെ അവർ 2 പേരുടെ ഈ ഒരു സ്ലൈഡിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പേരോട് അപ്പുറം ഒക്കെ ആയിരുന്നു. പക്ഷെ സ്നേഹയുടെ വെയിറ്റ് കിച്ചൂസിന് താങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് അങ്ങ് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ കാലം കൊണ്ടൊക്കെ ഉന്തിയും തള്ളിയൊക്കെ ഒരുവിധമൊക്കെ ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ അടുത്തതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു.
അതിനകത്തൊക്കെ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കയറാൻ പോയപ്പോഴത്തേക്ക് കിച്ചൂസിന് വീണ്ടും ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയിട്ട് സ്നേഹം ഇരിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അവൻ അവളെ അവിടെ നിന്ന് തട്ടി മാറ്റി. അങ്ങനെ ആ കിച്ചൂസ് കയറി ഇരിക്കുകയാണ്. പിന്നെ അപ്പൂസിനെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോഴത്തേക്ക് പിന്നെ അപ്പൂസിനെ ഇരുത്തിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ, കുറച്ച് നേരം മാത്രമേ ഇരിക്കത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നാട്ടിലേക്ക് വിട്ടപ്പോഴത്തേക്ക് കിച്ചൂസിനും ബോറൊക്കെ അടിച്ചു. അവിടെ നിന്ന് മാറി. പിന്നെ അവൾ കയറി ഇരുന്നിട്ട് അത്യാവശ്യം കുറേ നേരം ഇരുന്ന് ആടിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് സ്ഥലങ്ങൾ കിടപ്പുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും ഒരുപാട് പോയില്ല. നമ്മൾ പോയപ്പോൾ തന്നെ ഏകദേശം 6 മണിയൊക്കെ ആയി കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് തന്നെ 6 മണി ആയിട്ടുണ്ടായിരുന്നു. രാവിലെ തൊട്ടേ പോകണമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷെ പോകാൻ പറ്റിയില്ല. വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറേ ലേറ്റായി. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ പോയത്. ഏകദേശം ഒരു 7 മണി 7:30 വരെയൊക്കെ ഉള്ളൂ കേട്ടോ ആ ഒരു ഭാഗത്ത്. അത് കഴിയുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. നമ്മളൊക്കെ ചെന്ന് കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ചെയ്യാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇതിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വലിയ ഒരു ആറ് പോലൊക്കെയുള്ള അരുവി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കുളിക്കടവെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതുപോലൊക്കെയുള്ളൊരു ഏരിയ ആണേ. ഒരുപാട് ആൾക്കാർ ആ ഒരു വെള്ളത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പോകുന്നവരെല്ലാം എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡിലേക്ക് തന്നെ പോകുന്നവരാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാം ഇങ്ങനെ കയറി വരുന്നതാണ്. എല്ലാവരും ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കയറി വരുവാണ് കേട്ടോ. ചെന്നപ്പോൾ മുതലേ കിച്ചൂസ് ഭയങ്കര ബഹളമായിരുന്നു. അവൻ അതിനകത്ത് പോകണം, വെള്ളത്തിൽ കളിക്കണം എന്ന്. പക്ഷെ ഞാൻ ആ ഒരു നിർബന്ധത്തിനങ്ങ് ഒരുപാട് ഫോഴ്സ് കൊടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കിടന്ന് കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതല്ല. ആ വെള്ളത്തിന് അങ്ങനെ ഒരുപാട് ഒഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കുറേ ഒഴുക്കുണ്ടായിരുന്നു. എന്നാലും അവനെ ഞാൻ ഒരുപാട് വെള്ളത്തിൽ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. ഓരോന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി ഇവിടെ തന്നെ കൂടുതൽ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ എല്ലാം ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പേരും പറഞ്ഞ് മുങ്ങാലോ എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അത് എന്താവുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പിന്നെയും നമ്മൾ ആ കയറിയ ആ ഒരു സ്ലൈഡിനകത്തെല്ലാം വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കൂടുതൽ അവനെ ആ ഒരു രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ നോക്കിയാണ്. എല്ലാ കൊച്ചുങ്ങളും ഇവർ മാത്രമല്ല അവിടെ വന്നിട്ടുണ്ടായിരുന്ന സകല ആൾക്കാർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. കാരണം ആ ഒരു നമുക്ക് എന്താണ് ആ ഒരു ടിക്കറ്റ് എടുത്ത് അതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. ആ ഒരു കുഞ്ഞു കൊച്ചിനെ കണ്ട അവളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും മാറുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവന്മാരിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ അധികം ആ ഒരു ഏരിയയിലോട്ട് വരാത്തത്. ഇവന്മാർ തന്നെ ആയിരുന്നു കേട്ടോ മാറിയും തിരിഞ്ഞും കൂടുതലുണ്ടായിരുന്നു. ഒത്തിരി കൊച്ചുങ്ങളുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവരെല്ലാം അപ്പുറം ഇപ്പുറമൊക്കെ പോയി. പിന്നെ ഈ ഒരു സ്ലൈഡിൽ വന്നിരുന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ സീറ്റിംഗ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവരെ കളിയാക്കിയാണ് സീറ്റിംഗ് ഇല്ലാത്തടത്തോട്ട് പോയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇവിടെയൊക്കെ തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു മീൻപടിപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കര കിഴക്കേത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഒക്കെ വരാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇത്രയും നാൾ ഇതുണ്ടായിട്ട് ഞങ്ങൾ ആരും ഇതുവരെ ഇതിവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുക. പക്ഷേ വിശ്വസിക്കണം, കാരണം ഞങ്ങൾ ആരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ കേട്ടപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരണം എന്നുള്ളത്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നത്. നമ്മൾ നിപ്പിൽ പ്ലാൻ ചെയ്തതാണ്. ഇന്ന് സൺഡേ അല്ലേ, വെറുതെ ഇരിക്കല്ലേ, എല്ലാവർക്കും കൂടിയിട്ടൊന്ന് പോകാമെന്ന്. പക്ഷേ പോയത് കൊണ്ട് നമുക്കൊരു നഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. നമ്മളെല്ലാവരും ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ 3 പേരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഞാനും ചാച്ചനും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ മാറി തിരിഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നാലെ പോവുകയായിരുന്നു. ഇവരാണ് ശരിക്കും അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഭാഗത്ത് കൈവരി കെട്ടിയിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തെല്ലാം ആ ഒരു ചെറിയ കടവാണ്. അവിടെ എല്ലാം ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഈ ഒരു ഭാഗം എല്ലാം ഇങ്ങനെ കടവ്, ഇതുപോലുള്ള വെള്ളവും ഇങ്ങനൊരു വെള്ളത്തിൻ്റെ കളറും ഒക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് അത് കുറച്ച് എന്താ പറയുക കുറച്ച് മോശമായിട്ട് ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ക്ലീനിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇതൊരു കുറ്റമായിട്ടല്ല, വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഒരു രീതി അനുസരിച്ചായിരിക്കാം. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. രണ്ട് സൈഡിൽ ഇങ്ങനെ ചെടികളൊക്കെ ചെറുതായിട്ടൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറേ നേരം അവിടെയൊക്കെ പിന്നെയും ഇങ്ങനെയൊക്കെ നിന്ന് കുറേ ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. 2 മാനിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ടൊരു ചെറിയൊരു പാലമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും അധികം പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടെ കയറി നിന്ന് അതിൻ്റെ മണ്ടേ കയറുന്ന പൊട്ടിയും കാണാൻ താഴെ വീണാലോ എന്ന് പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. എന്നാലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ എല്ലാം നിന്ന് കുറേ നേരം കണ്ടു. ഈ ഒരു ഭാഗത്തെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ ഫുള്ള് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ.
നോക്കിക്കേ എന്ത് രസമുണ്ട് ആ ചെടി കാണാനല്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങാനുള്ള ഒരു കാര്യങ്ങളെ നോക്കിയാണ്. ഈ ഒരു സമയത്തൊക്കെ കിച്ചൂസ് ഭയങ്കര നിർബന്ധമായിരുന്നു. നോക്കി ഈ ഒരു അഴുക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാണ് അവൻ്റെ ബഹളം. ഒന്നാമതേ അവന് നല്ല പനിയുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ പനിയുടെ കൂട്ടത്തിൽ ഇതിനും കൂട്ട് ഇറങ്ങിയാൽ എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണത്. ഈ ഒരു ഭാഗമാണ് ശരിക്കും മീൻപിടി പാറ എന്ന് പറയുന്നത്. ഇവിടെ പണ്ടുള്ള മീനോ എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന ആരെങ്കിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം മീൻപിടി പാറ എന്ന് വന്നിട്ടുണ്ടായിരുന്നത്, എനിക്കറിയില്ല. എന്തായാലും ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവം. കിച്ചത് ശരിക്കും നിർബന്ധമായിരുന്നു. ഞാൻ ഒരുപാട് ഒഴിഞ്ഞു മാറാൻ നോക്കി, പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു മീനിനെ അവിടെ എന്തായാലും വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരോട് ചേർന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ ഒത്തിരി ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ പേര് ആ ഒരു സൈഡിലൊക്കെ നല്ല താഴ്ച ഉണ്ടായിരുന്നേ. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി കിച്ചൂസിനെ കൺട്രോൾ ചെയ്ത് ഞാൻ ലാസ്റ്റ് മടുത്തിട്ട് എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞു പോയി. ഞാൻ പക്ഷേ വെള്ളത്തിൽ ഇറങ്ങത്തില്ല, നീ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് തലയൊന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇരുന്നിട്ട് അവനെ ഞാൻ കുറച്ചും കൂടെയൊക്കെ ആക്കിയാണ് ആൾക്കാരെല്ലാം ഇറങ്ങുന്ന അഴുക്ക് വെള്ളം പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. അവന് നേരത്തെ വെള്ളമൊക്കെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു, പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയാം, പ്രായം മാറുമ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ കുറേ നേരം വെള്ളത്തിലേക്ക് കളിച്ചു. പക്ഷേ തല നനയ്ക്കാനൊന്നും ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. അവന് കുളിക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. അവരൊക്കെ ചെയ്യുന്ന പോലെ മുങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല, കാരണം അവൻ ഓൾറെഡി പനിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പന്ന വെള്ളത്തിനകത്തും കൂടെ മുങ്ങിക്കഴിഞ്ഞാൽ എന്താവും എന്നറിയാം. എനിക്ക് സത്യം നല്ല ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ അവൻ്റെ ഈ വിരളി കണ്ടിട്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തൊക്കെ ഇങ്ങനെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൊച്ചുങ്ങളല്ലേ എന്തെങ്കിലും കാണിക്കട്ടെ എന്നും പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. പിന്നെ കുറേ മണ്ണൊക്കെ വാരിയൊക്കെ അവിടെ കൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവൻ അത്യാവശ്യം കുറേയൊക്കെ എൻജോയ് ചെയ്തു. എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ കരയ്ക്ക് കയറ്റി അവിടെ വിസിലടിക്കുന്നുണ്ടായിരുന്നു കയറെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നതേക്ക് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. എൻ്റെ ഐസ്ക്രീമും കൂടെ അവൻ കുറേ അടിച്ചു മാറ്റി അവൻ കഴിച്ചു. എന്തായാലും നല്ല രീതിയിൽ നല്ല രസമുണ്ടായി. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും വീണ്ടും ഇവിടെ തന്നെ വരാൻ നോക്കണം കേട്ടോ, നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.